നാളായിട്ട് വരാൻ വിചാരിച്ച സ്ഥലത്തേക്ക് അപ്പോൾ പോണത്. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. ബോട്ടിന് പിന്നെ 1000 രൂപ. ഒരാളോ രണ്ടാളായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6 ആളുണ്ടെങ്കിൽ മാക്സിമം ബോട്ട് എടുക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ആളൊന്നും കിട്ടാത്തതിനോട് ഞങ്ങൾ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ബോട്ടൊക്കെ കിട്ടി. ഇത് പണ്ട് കടലുണ്ടി ട്രെയിൻ അപകടം നടന്നതിൻ്റെ ആ പാലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാട്ടോ. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ കണ്ടൽക്കാടിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു. പ്ലേസ് എവിടെയാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് കടലുണ്ടിയുള്ള കണ്ടൽക്കാട്ടിലേക്കാണ്. ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടത് വേറെ ഫീൽ തന്നെയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് കണ്ടിട്ട് അടുത്ത് പോയി അതിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലായിരുന്നു. ഇങ്ങനെ നടന്നു പോയി അത്യാവശ്യം തിര നല്ലോണം കലങ്ങി മറിഞ്ഞ് അടിക്കുന്നത് കണ്ട് നേരെ അടുത്ത പ്ലേസിലേക്ക് വിട്ട്. അടുത്ത പോയത് ടിപ്പു സുൽത്താൻ്റെ ഒരു ഗുഹ കാണാനായിരുന്നു. ഇതാണ് മോൾ ഭാഗത്ത് ഒരു ഹോളൊക്കെ ഇട്ടിട്ട് താഴോട്ട് എന്താ സൺലൈറ്റിന് വേണ്ടിയിട്ടായി എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കയറുന്നത്. ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഗുഹ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ ഇത് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലൊക്കെയാണ് ചെയ്ത്. പക്ഷെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, അപ്പം അടിപൊളിയാണ് സെറ്റപ്പ്. പിന്നെ പുറത്തേക്ക് നോക്കാനുള്ള ചെറിയ ചെറിയ ഹോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു സെറ്റപ്പ് ഗുഹയാണ്. വഴിയിലെ മണ്ടയ്ക്ക് വരുന്ന നൈസിനൊരു സൺസെറ്റും കണ്ട് ഞങ്ങൾ ട്രിപ്പ് മെല്ലെ ഇവിടെ നിർത്തി.